ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരം സോളാർ സിസ്റ്റത്തെക്കുറിച്ചും ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 സോളാർ രീതികളാണ് ഉള്ളത്. അതിൽ ഒന്നാമത് വരുന്നത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം, രണ്ടാമത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം, മൂന്നാമത് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഇങ്ങനെ 3 സോളാർ സിസ്റ്റംസ് ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പാനലിന് വൈദ്യുതി ഉണ്ടാക്കി അത് ആ വീടിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി വരുന്നത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററിൻ്റെ ആവശ്യമുണ്ട്. ബാറ്ററി ഏകദേശം ലെഡ് ആസിഡ് ബാറ്ററിയാണ് പൊതുവെ യൂസ് ചെയ്യൽ. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ഏകദേശം 4 വർഷമാണ്, 4-5 വർഷമൊക്കെയാണ് വാറണ്ടി പീരീഡ് ഉള്ളത്. പിന്നെ ഈ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് റിമോട്ട് ഏരിയയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഗ്രിഡിനോട് കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഏത് റിമോട്ട് ഏരിയയിലും വേണം നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇതിന് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം കോസ്റ്റ് വരും. അടുത്തതായി വരുന്നതാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് നേരെ പാനലിന് വൈദ്യുതി ഉണ്ടാക്കി DC വൈദ്യുതിയാണ് പാനലിൽ നിന്ന് ഉണ്ടാക്കുക. നേരെ AC ആക്കി നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി വരുന്നത് നമ്മൾ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. ഈ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്ത് നമുക്ക് നൈറ്റ് ടൈമിൽ നമ്മളെ വീടിൻ്റെ ലോഡ് കൂടുമ്പോൾ നേരെ ഗ്രിഡിൽ നിന്ന് നേരെ തിരിച്ചെടുക്കുന്ന രീതിയാണ് ഉള്ളത്. ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലറായൊരു മെത്തേഡാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രിഡിൽ വൈദ്യുതി കട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലും വൈദ്യുതി കട്ടാകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഒരു പ്രത്യേക സ്റ്റോറേജിൻ്റെ ആവശ്യമില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സ്റ്റോറേജ് ചെയ്യാൻ അത്യാവശ്യം വലിയ കോസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡും കൂടിയാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നതാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഈ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഓഫ് ഗ്രിഡിൻ്റെയും ഓൺ ഗ്രിഡിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഗ്രിഡിനായിട്ട് കണക്ട് ചെയ്യും നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാവും ചെയ്യും. നമ്മൾ സാധാരണ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഹൈബ്രിഡിൽ സ്റ്റോറേജ് യൂണിറ്റായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ നേരെ വരുന്നത് നമ്മൾ നേരെ പാനലിന് വൈദ്യുതി ഉണ്ടാക്കി നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ളത് ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്നത്. ബാറ്ററിക്ക് ഏകദേശം 8 വർഷമൊക്കെ വാറണ്ടി വരുന്ന ബാറ്ററിയാണ് സാധാരണ ഉപയോഗിക്കൽ. പിന്നെ നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് നമ്മളുടെ ഗ്രിഡിൽ പവർ കട്ടായാലും നമ്മുടെ വീട്ടിൽ പവർ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റിൽ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജ് യൂണിറ്റാണ് വരൽ. ഇപ്പോൾ 3 കിലോ വാട്ട് പറഞ്ഞാൽ 3 കിലോ വാട്ടിൻ്റെ സ്റ്റോറേജ് ഉണ്ടാകും. ഈ 3 കിലോ വാട്ട് നമുക്ക് ഏകദേശം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ തീരുമാനം അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാനും പറ്റും. എത്ര വൈദ്യുതി നമുക്ക് സ്റ്റോർ ചെയ്യണം, എത്ര ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ ക്രമീകരിക്കാനും പറ്റും. അപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ ഇവിടെ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് മാത്രം ഹൈബ്രിഡ് സിസ്റ്റത്തിനുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ചെയ്താണ്ടുള്ള വീഡിയോസാണ് നമ്മൾ പൊതുവെ ചെയ്യൽ. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.